അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് കാന്തല്ലൂർ ഭാഗത്തേക്കാണ്. കാന്തല്ലൂരിലെ ഫ്രൂട്ട്സ് തോട്ടങ്ങളും അവിടുത്തെ ആപ്പിൾ തോട്ടങ്ങളും കാണാൻ പറ്റും എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് പോണത്. അതുപോലെ തന്നെ മറയൂർ ശർക്കര ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവാണ്. വീഡിയോ എല്ലാവരും കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. കാന്തല്ലൂർ പോണ വഴി ഒരു ശർക്കര ഉണ്ടാക്കുന്ന ചെറിയൊരു ഷെഡ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് എവിടെയാണെന്ന് തിരഞ്ഞു പോവാണ്. എവിടെയാണെന്നും അറിയില്ല, അങ്ങനെ പോണ വഴിക്കാണ് പലരും വീഡിയോ ചെയ്ത് കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ കാന്തല്ലൂരിലേക്ക് പോവാണ്. കോവിൽക്കടവ് പാലാണ് കേട്ടോ. പാലം കടന്ന് നമ്മൾ മുന്നോട്ട് വന്നാൽ ഫസ്റ്റ് നമുക്കൊരു അങ്ങാടിയാണ് കിട്ടുന്നത്. ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ തന്നെ ആ മലയുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വലിയൊരു പാറ വെട്ടിയിട്ടാണ് ഈ റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. പാറ ഇങ്ങനെ സൈഡ് പൊട്ടിച്ചിട്ട് ആ പാറ മലയുടെ സൈഡിലൂടെ വളഞ്ഞിങ്ങനെ പോകുന്ന റോഡാണിത്. കാന്തല്ലൂരിലേക്ക് പോകുമ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടുന്നൊരു വ്യൂ പോയിൻ്റ് കൂടിയാണിത്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ കാണുന്നൊരു കാഴ്ച കണ്ടോ. മൂന്നാറിലെ പോലെ ഇവിടെ നമുക്ക് തേയില കൃഷി കാണാൻ കഴിയുന്നില്ല. ഇവിടെ തെങ്ങ് അതുപോലെ തന്നെ മറ്റ് കൃഷികളൊക്കെയാണ്, നാടൻ രീതിയിലുള്ള കൃഷി രീതികളൊക്കെയാണ് കാണുന്നത്. ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലം, പക്ഷെ ഇവിടെ നമുക്ക് വീൽ ചെയറിൽ കയറാൻ പറ്റില്ല കേട്ടോ. അത് കണ്ടോ, ഈ സ്ഥലത്ത് കൂടെ കയറി പോകണം. അതിൻ്റെ മെഷീനറിയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ ഡ്രൈവറെന്ന് പറഞ്ഞേക്കാം അത് കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും വീഡിയോ എടുക്കണമല്ലോ. മരത്തിൻ്റെ വേരിങ്ങനെ സ്റ്റെപ്പാക്കി മാറ്റിയിട്ടുള്ളൊരു വഴിയാണ് ഇങ്ങോട്ട് കയറി വരാൻ വേണ്ടിയിട്ടുള്ളത്. ഇതിലൂടെ ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ കരിമ്പൊക്കെ വെട്ടിയിട്ടുണ്ട്. അതിൻ്റെ മെഷീൻ കാണുന്നുണ്ട്. അത് പിഴിഞ്ഞെടുത്തിട്ടുള്ള അതിൻ്റെ വേസ്റ്റ് കിടക്കുന്നുണ്ട്. എന്തായാലും ഫുള്ളായിട്ട് ശർക്കര ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വേസ്റ്റാണ് ഈ കാണുന്നതെല്ലാം. പിന്നെ അതിൻ്റെ ഉണ്ടാക്കുന്ന പാത്രം കാര്യങ്ങളൊക്കെ കാണുന്നത്. എന്തായാലും ഒരു ഓല ഷെഡ് പോലത്തെ ഒരു വലിയ ഷെഡാണിത് കേട്ടോ. ഇവിടെ അതിൻ്റെ ജോലിക്കാർ ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ശർക്കര ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയൊരു പാത്രത്തിലേക്ക് ശർക്കര ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ കരിമ്പ് പിഴിഞ്ഞെടുത്തിട്ടുള്ള അതിൻ്റെ നീര് ഇങ്ങോട്ട് ഒഴിക്കുകയാണ്. അതൊഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കുന്നുണ്ട്. അടിയിൽ നന്നായിട്ട് തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ കരിമ്പിൻ്റെ വേസ്റ്റ് തന്നെ ഇട്ടിട്ടാണ് അവർ തീ കത്തിക്കുന്നത്. കുറേ സമയം ഇങ്ങനെ നല്ല തിളച്ച് ഇതിങ്ങനെ കുറുകി വരികയാണ്. അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ഒരാൾ. ഇവിടെ ഒരുപാട് ആൾക്കാർ ഇത് കാണാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് ആദ്യമായിട്ട് കാണുന്നവർക്ക് നല്ലൊരു അത്ഭുതമുള്ള കാഴ്ച തന്നെയാണ് ശർക്കര ഉണ്ടാക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ പേര് കേട്ടിട്ടുള്ളൊരു ശർക്കര കൂടിയാണല്ലോ മറയൂർ ശർക്കര. അപ്പം എന്തായാലും ഇങ്ങനെ ഇളക്കി ഒരുപാട് നേരം ഇളക്കണം. കുറേ നേരം ടൈം എടുക്കുന്നൊരു പ്രോസസ്സിംഗ് ആണെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ വന്നത് കറക്റ്റ് സമയത്താണ്. അപ്പോൾ ഇവരിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണിത്. ഇതിങ്ങനെ ഓരോ ഇതിനും കുറുകി വരുന്നുണ്ട്. അതിങ്ങനെ ടൈറ്റായി വരുന്നുണ്ട്. ഇവിടെ ഒരു കയറ് പിടിച്ചിട്ടൊരു ചേച്ചി നിൽക്കുന്നുണ്ട്. അതിന് താഴത്ത് വലിയൊരു പാത്രം കാണുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പരിപാടി എന്നറിയില്ല. എന്തായാലും കാണാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോഴും അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചേട്ടൻ നിന്നിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. നന്നായിട്ട് തിളക്കുന്നുണ്ട് കേട്ടോ. ആ ശർക്കരപ്പാവ് ഇങ്ങനെ തിളച്ച് ഇങ്ങനെ കുറുകി വരികയാണ്.
ഇവിടെ ഒരു ചേട്ടൻ ഇതിന് തീ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശർക്കരയ്ക്ക് വേണ്ടി നീരൂറ്റിയെടുത്ത കരിമ്പിൻ്റെ വേസ്റ്റ് ഉണങ്ങിയത് തന്നെ ഇട്ടിട്ടാണ് ഇതിൻ്റെ അടിയിൽ കത്തിക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് അടിയിൽ തീ കത്തുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഈ തലക്കിട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് നീക്കി കൊടുക്കുകയാണ്. അപ്പോൾ ആ വലിയൊരു അടുപ്പാണത്. അപ്പോൾ ആ അടുപ്പിൻ്റെ അകത്തേക്ക് മൊത്തം ഈ വേസ്റ്റ് ചെന്നിട്ട് അവിടെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് തീ കത്തുന്നുണ്ട്. അത്രയും ചൂട് വേണം എന്നുള്ളതാണ്. കുറേ സമയം ഈ ശർക്കരയുടെ പിന്നെ സിറപ്പ് ഈ ചട്ടിയിൽ കിടന്നിട്ട് ഇരിക്കുകയാണ്. നമ്മളിവിടെ കറക്റ്റ് സമയത്ത് എത്തിയോണ്ട് നമുക്ക് ഈ ഒരു കാഴ്ച കാണാൻ പറ്റി കേട്ടോ. എന്തായാലും ആദ്യമായിട്ടാണ് നമ്മൾ ശർക്കര ഉണ്ടാക്കുന്നത് കാണുന്നത്. നല്ല മനോഹരമായിട്ടുള്ളൊരു ഓല ഷെഡാണ്. അതിനകത്ത് അതിൻ്റെ പിന്നെ ഒരുപാട് തൊഴിലാളികളുണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ ഇവിടെ കാണാൻ വന്നിട്ടുള്ള ആളുകൾ ഒരുപാടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇതൊരു അത്ഭുതമുള്ള കാഴ്ചയാണല്ലോ. ശരിക്കും നല്ല ആരോഗ്യമുള്ള ആളുകൾ വേണം അതിന് കേട്ടോ. ഒരുപാട് സമയം ഇത് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. അപ്പോൾ വീണ്ടും ഈ മരത്തിൻ്റെ പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചിട്ട് ഇങ്ങനെ ഈ ശർക്കരപ്പാവ് ഇങ്ങനെ ഇളക്കി അത് ടൈറ്റാകാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ഇവർ വിശദീകരിച്ച് കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ശർക്കര വിൽക്കുന്നുണ്ട്. ശർക്കരയുടെ സിറപ്പ് ഇവർ വിൽക്കുന്നുണ്ട്. അപ്പം ഒക്കെ ലൈവായിട്ടാണ് ഇവിടെ വിറ്റ് പോകുന്നുണ്ടെന്നാണ് തോന്നുന്നത്. സ്പൈസി ആയിട്ടുള്ള ശർക്കരയാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചുക്ക്, കുരുമുളക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൂട്ടി പൊടിച്ചിട്ടുള്ളൊരു പൊടിയാണ് അതിൽ വെതറിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ ആ പൊടി ഒരു ചേട്ടൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് എല്ലാ സ്ഥലത്തേക്കും വെതറുന്നുണ്ട് കണ്ടല്ലോ. അതിനോടൊപ്പം തന്നെ രണ്ട് സൈഡിലും നിന്നിട്ട് അതിങ്ങനെ ഇളക്കി മിക്സ് ആക്കുന്നുണ്ട്. അപ്പോൾ മസാലയൊക്കെ ചേർത്തിട്ടുള്ള ആ ശർക്കരപ്പാവ് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി നല്ല കുഴന്നായിട്ടുണ്ട് കേട്ടോ. നല്ല ടൈറ്റായിട്ടുണ്ട്. ഇനിയും ടൈറ്റ് ആവണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ. അപ്പം ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം ശർക്കര ഉണ്ടാക്കാൻ ഏകദേശം ഒരു 3 മണിക്കൂറോളം എടുക്കുന്ന ഒരു പ്രോസസ്സിങ് ആണ്. ആദ്യം അതിൻ്റെ സിറപ്പ് നേരത്തെ കണ്ട പോലെ ചട്ടിയിലേക്ക് ഒഴിക്കുന്നു. എന്നിട്ട് നന്നായിട്ട് തീ കത്തിച്ചിട്ട് അതിങ്ങനെ ഇളക്കി നന്നായിട്ട് ടൈറ്റ് ആവുന്നവരെ തീ കത്തിക്കുകയാണ്. അതിൻ്റെ ശേഷം ഇതൊരു അരിപ്പ വെച്ചിട്ട് ഈ മരത്തിൻ്റെ ഇതിലേക്ക് ഒഴിച്ചു. എന്നിട്ടും വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സമയം ഇളക്കിയിട്ട് വേണം ഇത് ഉണ്ടാക്കാനെന്ന് പറയുന്നത്. ഏകദേശം ഒരു 3 മണിക്കൂറോളം എടുക്കും ഇത് ശർക്കര ഉരുട്ടുന്ന സ്റ്റേജിലേക്ക് എത്താൻ എന്നാണ് അവർ പറഞ്ഞത്. ഞങ്ങളെന്തായാലും കുറച്ച് ശർക്കരയും അതുപോലെ തന്നെ ശർക്കരയുടെ സിറപ്പൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടോ. ഇതാണ് ഉരുട്ടി വെച്ച ശർക്കര. അപ്പോൾ ഞങ്ങൾ നാടൻ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലം കണ്ടു. അവിടെ ശർക്കര വാങ്ങി, ശർക്കരയുടെ സിറപ്പ് വാങ്ങി. അപ്പോൾ എന്തായാലും ഈ കാണുന്നതാണ് നമ്മളുടെ ശർക്കര ഫാക്ടറി. അതിൻ്റെ ഉള്ളത്തെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ഇവിടെ ശർക്കര ഉണ്ടാക്കാനായിട്ടുള്ള കരിമ്പാണ് വെട്ടിട്ടേക്കണത്. ഈ കാണുന്നത് ഇവിടുത്തെ കരിമ്പിൻ്റെ തോട്ടാണ് കേട്ടോ. കംപ്ലീറ്റ്ലി കരിമ്പ് കൃഷി ചെയ്തേക്കാണ്. അപ്പോൾ
ഇവിടുത്തെ കരിമ്പ് എന്ന് പറഞ്ഞാൽ തനി നാടൻ കരിമ്പാണ്. അവിടെ ഉണ്ടാക്കുന്ന ഗ്രാമീണരായിട്ടുള്ള ആളുകളാണ്. അവിടെ പ്രത്യേകിച്ച് വലിയ സെറ്റപ്പും കാര്യങ്ങളൊന്നും നാടൻ ശൈലിയിൽ ആണ് കരിമ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കരിമ്പിൽ നിന്ന് ശർക്കര എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പിന്നെ പല ആളുകളും നല്ല തിരക്കുണ്ട് അവിടെ കേട്ടോ. ആളുകളൊക്കെ ശർക്കര വാങ്ങാനും ഇത് കാണാനായിട്ടൊക്കെ വന്നിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ എന്തായാലും ഇതുവഴി വരുമ്പോൾ ഒന്ന് കയറി കാണാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ശർക്കര ഉണ്ടാക്കുന്നത് കണ്ടു. നമ്മുടെ കൂട്ടുകാരൻ ദിലീപ് കുമാറിനെ കാണാൻ വേണ്ടിയിട്ട് കാന്തല്ലൂരിലേക്ക് പോവാട്ടോ. വഴിയിലിങ്ങനെ പോകുമ്പോൾ ഒരുപാട് ശർക്കര ഉണ്ടാക്കുന്ന ഷെഡുകൾ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ശർക്കര ഉണ്ടാക്കാനുള്ള കരിമ്പ് അത്രത്തോളം തന്നെ ഇവിടെ നിന്ന് കൃഷി ചെയ്തതായിട്ട് കാണുന്നില്ല. ഇനി ഉള്ളേരിയിലൊക്കെ ഉണ്ടാവും എന്ന് കരുതാം. അത്രയും കരിമ്പ് വേണമല്ലോ, കാരണം ശർക്കര ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് റോഡിൻ്റെ സൈഡിലൊന്നും അധികം കരിമ്പൊന്നും കാണാൻ പറ്റുന്നില്ല. ഇവിടെ വീണ്ടും ഒരു ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലമാണ് ഇത് കേട്ടോ. പക്ഷെ എവിടെ നമുക്കേ ഇറങ്ങിയിട്ട് വരാനില്ല. അപ്പോൾ ഞങ്ങളിതാ മൂന്നാറിന്ന് കാന്തല്ലൂർ വരെ വന്നു. നല്ല പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. നമ്മളെ ദിലീപ് കുമാറിൻ്റെ വീട് വരെ എത്തി. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് കുറേ കാലത്തിന് ശേഷം അദ്ദേഹം കാണുകയാണ്. ഭയങ്കര സന്തോഷം എന്തായാലും ഉണ്ട്. ഇതാണ് നമ്മളെ സുഹൃത്ത്. നമസ്കാരം. ഇത് അദ്ദേഹത്തിൻ്റെ പിന്നെ വീട്ടുകാരാണ്. ഇപ്പോൾ കാണുന്നതാണ് വീട്. അപ്പം നമുക്കൊക്കെ അങ്ങനെ വൈബ് എന്നൊക്കെ പറഞ്ഞാൽ കണ്ടോ, ഇവരുടെ ബാക്കിൽ കാണുന്നത് ഫുള്ള് തന്നെ. ഇവർക്ക് ഇതൊന്നൊരു വിഷയമില്ലാതെ പറഞ്ഞു. നമുക്കിതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു പിന്നെ നയനമനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ഈ വീട് നിൽക്കുന്ന സ്ഥലം തന്നെ ഒരു പൊളി സ്ഥലമാണ്. നല്ലൊരു വൈബാണ്. ഇവിടെ ഇങ്ങനെ ഇരുന്നാലേ നല്ലൊരു വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം നമുക്കിങ്ങനെ കേൾക്കാനുണ്ട്. അപ്പോൾ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ നല്ല വലിയൊരു വെള്ളച്ചാട്ടമാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ച നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ വെള്ളം ചാടുന്നിടത്തേക്ക് എത്തുക എന്നുള്ളത് വീൽ ചെയറിലുള്ള ആളുകളെ സംബന്ധിച്ചൊക്കെ ശ്രമകരമായിട്ടുള്ള പരിപാടിയാണ്. കാരണം താങ്ങിയെടുത്തിട്ടൊക്കെ പിന്നെ കൊണ്ടുപോകേണ്ടി വരും ഇതിൻ്റെ അടുത്തേക്കൊക്കെ. വീൽ ചെയറിലൊന്നും ഒരിക്കലും പോകാൻ കഴിയില്ല. അത്രയും ഒരു പിന്നെ ആഴുള്ള സ്ഥലത്താണിതല്ലോ. എന്തായാലും നല്ല അടിപൊളിയായിട്ട് വെള്ളം ചാടുന്ന ഒരു കാഴ്ചകൾ കാണുന്നുണ്ടല്ലോ. എന്ത് ഭംഗിയാണല്ലേ. ഇവിടുന്ന് ഒരുപാട് സ്ഥലത്തേക്ക് കുടിവെള്ളം ഒക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഗവൺമെൻറ്റിൻ്റെ പദ്ധതി തന്നെ ജലനിധി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടാങ്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഇവിടുന്ന് വെള്ളം പമ്പ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും നല്ല അടിപൊളി കാഴ്ചയാണ് കേട്ടോ. വെള്ളം ഇങ്ങനെ കുപ്പിച്ചില്ല് പോലെ ഇങ്ങനെ പതഞ്ഞ് ചാടുന്നൊരു കാഴ്ച. ഇപ്പം മഴക്കാലം അല്ലാഞ്ഞിട്ട് പോലും ഇത്രയും വെള്ളം അവിടെ ചാടുന്നുണ്ട്. അപ്പം മഴക്കാലത്തൊക്കെ വന്നാൽ ഇതിൻ്റെ ഒരു അവസ്ഥ എന്തായിരിക്കും അല്ലേ? ഭയങ്കരമായിട്ടുള്ള വെള്ളച്ചാട്ടമായിരിക്കും. അപ്പം എന്തായാലും നല്ല അടിപൊളി ഒരു സുലൈമാനി, മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ അടിപൊളി സുലൈമാനി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ചേച്ചി ഉണ്ടാക്കിയതാണ്. നല്ല സൂപ്പറായിട്ടുണ്ട്. താങ്ക്സ് എന്തായാലും. അപ്പോൾ എന്തായാലും
ഞങ്ങൾ ഇവരോടൊന്നും പറയാതെയാണ് സത്യം പറഞ്ഞ് ഇങ്ങോട്ട് വന്നത്. കാരണം വരുന്നുണ്ടെന്നും പറഞ്ഞു ഇവിടെ ഉമ്മരത്ത് എത്തിയിട്ടാണ് വിളിക്കുക. അദ്ദേഹം മിഞ്ഞാന്ന് ഇങ്ങനെ ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ അടുത്തെത്തിയിട്ടാണ് വിളിച്ചത്, ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ മൊത്തം ടീമായിട്ട് ഇനി ഒരു വരവ് ഇങ്ങോട്ട് വരും. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ നമുക്ക് ഒന്ന് കാണിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ആപ്പിളൊക്കെ ആകുന്ന സീസണിൽ. അപ്പം എന്തായാലും ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പം ചേച്ചിയും അതുപോലെ തന്നെ ചേട്ടനും അനിയനൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാവരും പിന്നെ ഹാപ്പി ആയിട്ട് തന്നെ ഉണ്ട് എന്തായാലും. അപ്പം ഇനി ഇവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ എന്നാൽ ശരി, ഓക്കെ, കാണാം, താങ്ക്സ്. ശരീരത്തിൻ്റെ പേശികളൊക്കെ തളർന്നു പോകുന്ന മസ്കുലാർ ഡിസ്ട്രോഫി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു അസുഖമാണ് അദ്ദേഹത്തിന്. ഒരുപാട് കാലമായിട്ട് വീൽ ചെയറിലാണ്, അങ്ങനെ പരിചയമായതാണ് ഞങ്ങൾ തമ്മിൽ. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്ത് മനോഹരമായിട്ടുള്ളൊരു റിസോർട്ട് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് കാണാനായിട്ട് പോവുകയാണ്. അതൊരു പ്രത്യേകതരം റിസോർട്ടാണ്. ഒരു പാറ തുരന്നിട്ട് അതിൻ്റെ അടിയിലാണ് ആ റിസോർട്ട് ഉണ്ടാക്കിയിട്ടുള്ളതൊക്കെയാണെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കൊന്ന് പോയി കാണാം. ഈ കാണുന്നതാണ് ആ റിസോർട്ട് കേട്ടോ. അതിൻ്റെ മുകളിലൊക്കെ പാറയാണ്, പാറയുടെ മുകളിൽ വെള്ളവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ അത് തുരന്നെടുത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു റിസോർട്ടാണ് എന്നാണ് നമ്മളോട് അവർ പറഞ്ഞത്. അപ്പോൾ ഞങ്ങളിത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പോന്നു. എസ്കേപ്പ് നാച്ചുറൽ ഫാമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ളൊരു ഫാമാണ്. അതായത് ഒരു പാറൻ്റെ അടിയിലാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. കണ്ടോ? ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണ് മൂടി കിടക്കുകയായിരുന്നു, കല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് മൂടി കിടക്കുകയായിരുന്നു. അങ്ങനെ JCBയും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ആ മണ്ണൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ടാണ് ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടെന്ന് കണ്ടെത്തുകയും അതിൻ്റെ അടിയിൽ ഇത്രയും മനോഹരമായിട്ടൊരു റിസോർട്ട് സെറ്റ് ചെയ്യുക, റൂമൊക്കെ സെറ്റ് ചെയ്യുകയും ചെയ്തത്. എന്തായാലും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. നമുക്ക് വീൽ ചെയറിലുള്ള ആളുകൾക്ക് വന്നാൽ സുഖമായിട്ട് താമസിക്കാനൊക്കെ പറ്റുന്ന ഒരു റൂം കൂടിയാണ് കേട്ടോ. കാരണം വീൽ ചെയറൊക്കെ കയറുന്ന രൂപത്തിലാണ്, സ്റ്റെപ്പും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം ഒരു റൂമിനകത്ത് ഒരു 5 പേര് 6 പേർക്കൊക്കെ കിടക്കാൻ പറ്റിയ ബെഡും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പക്ഷേ ഒരു ഭീകര അന്തരീക്ഷമാണ് ഇതിനകത്ത്. ഇരുട്ട് പോലെ, ഒരു പാറൻ്റെ ഉള്ളിൽ തന്നെ താമസിക്കുന്ന പോലത്തേക്ക് ഒരു ഫീലാണെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് കയറാനും താമസിക്കാനും പറ്റിയ ഒരു കോട്ടേജാണ്. കാന്തല്ലൂരിൽ വരുന്ന ആളുകൾക്ക്, വീൽ ചെയറിൽ വരുന്ന ആളുകൾക്ക് സുഖമായിട്ട് താമസിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണിത്. ബാത്റൂമിൻ്റെ ഡോറാണ് ഈ കാണുന്നത്. നേരെ റൂമിൽ നിന്ന് സ്റ്റെപ്പും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നേരെ ബാത്റൂമിനകത്തേക്ക് വരാം. വിശാലമായിട്ടുള്ളൊരു ബാത്റൂമാണ്. അപ്പോൾ എന്തായാലും വീൽ ചെയറിലുള്ള ആളുകളെ സംബന്ധിച്ച് നല്ല സൗകര്യമാണ് ഇവിടെ. റൂമിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോഴുള്ളൊരു കാഴ്ച ഉണ്ടോ, അതും സുന്ദരമായിട്ടുള്ള കാഴ്ചയുണ്ടോ. പുറത്ത് ചെറിയൊരു കുളം മാതിരി വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളം ഇങ്ങനെ ഒലിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മേളിൽ നിന്ന് ആണ് ഈ വെള്ളം വരുന്നത്. നമ്മളെ റൂമിൻ്റെ മേളിൽ നിന്നാണ് ഈ വെള്ളം ഇങ്ങനെ ചാടി വന്ന് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. ഇവിടെ ചെറിയൊരു കുളം മാതിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ഗാർഡനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കാന്തല്ലൂരിലെ
അടിഭാഗം വരെ നമുക്ക് പോകാൻ പറ്റും. പോട്ടെ. വലിയൊരു ആമൻ്റെ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇവിടെ ചെറിയൊരു പാർക്കുണ്ട്. ഈ ഒരു സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ കാണാൻ പറ്റി. അപ്പോൾ ശരിക്കും ഒരു മഴക്കാലം പിന്നെ അവസാനിക്കുന്ന ഒരു സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അതിമനോഹരങ്ങളായിട്ടുള്ള ഒരുപാട് വാട്ടർഫാൾസ് ഈ റൂട്ടിലുണ്ടാവും കേട്ടോ. നന്നായിട്ട് വെള്ളം ചാടുന്ന വാട്ടർഫാൾസുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ വീണ്ടും ഫോറസ്റ്റിലേക്ക് കടന്നു കേട്ടോ. കരിമുട്ടി ഫോറസ്റ്റ് സ്റ്റേഷനാണ് ഇപ്പോൾ നമ്മൾ ക്രോസ് ചെയ്ത് പോകുന്നത്. ഇനി ഇവിടുന്ന് കുറേ ദൂരം അങ്ങോട്ട് പിന്നെ ഫോറസ്റ്റ് തന്നെയാണ്. ചിന്നാറ് അങ്ങനെ ഒരുപാട് ഏരിയ ഫോറസ്റ്റ് ഉണ്ട്. ഒരു സൈഡ് ഫുള്ള് കൊക്കയാണ്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പൊള്ളാച്ചിയിലേക്ക് ഇനി 71 കിലോമീറ്ററാണ് കേട്ടോ. ഈ ഫുള്ള് ഫോറസ്റ്റിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാഹനങ്ങളൊന്നും വരാത്തൊരു റൂട്ടാണ്. അപ്പോൾ അതുകൊണ്ട്